ഞാൻ സർപ്രൈസ് ആയിട്ട് വരാൻ വിചാരിച്ചു. ബുദ്ധി കൊണ്ടാരോ നേരത്തെ പറഞ്ഞ നന്നായില്ലേ. കുഞ്ഞാമിന്റെ അവിടെ വന്നിട്ട് ഞാനിതാ ബീഫ് വരട്ടുന്നുണ്ട്. എന്റെ മോനിട്ടു ഇതൊന്റെ ഡാഡി, ഇതൊന്റെ മമ്മി, ആദ്യമാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്റെയും എന്റെ കുഞ്ഞു മോന്റെയും ഞങ്ങളുടെ ഫാമിലി ബലിപെരുന്നാൾ ആശംസകൾ. അപ്പം നമ്മൾ ഇന്നത്തെ ഈദ്ഗാഹ് വരുന്നത് പെരുന്നാൾ നമസ്കാരം ചക്കാൽക്കൽ സ്കൂൾ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എനിക്ക് പങ്കെടുക്കാനായില്ല, പക്ഷെ അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ടാവും. ഇവിടുത്തെ ഈദ്ഗാഹിന് പങ്കെടുക്കുമ്പോഴാണ് ഒരു പെരുന്നാളാണെന്ന്. അപ്പോൾ ഏർക്കാണ് നമ്മുടെ നിസ്കാരം. രാവിലെ തന്നെ മോനെ കുളിച്ച് സെറ്റാക്കി ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഞങ്ങളും എല്ലാവരും സെറ്റായി ഇതാ നമ്മൾ ഈദ്ഗാഹിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നിന്നെ എറിഞ്ഞാട്ടും. അവിടെയും ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ പിതാവിനോടുള്ള എല്ലാ. അപ്പം നമ്മുടെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ. മോൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നിസ്കാരത്തിന് പോയ സമയത്ത് കുറേ മക്കൾ ഇങ്ങനെ വെറുതെ കരയുന്നത് കണ്ടിട്ടോ. പക്ഷേ ഇവന് അതിലൊക്കെ എത്രയോ ബെറ്ററാണ്. നമ്മൾ എവിടെ പോയാലും ആളങ്ങ് സൈലൻ്റ് ആയിരുന്നുള്ളൂ. പിന്നെ അമ്മമാരെല്ലാവരോടും ഉണ്ടായതുകൊണ്ട് മാറിയെടുക്കാൻ ഞാൻ എടുക്കേണ്ട ആവശ്യമേ വരാറില്ല. പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും മാറി ഇങ്ങനെ എടുക്കാനുണ്ടാവും. പിന്നെ നമ്മളെ വീട്ടിലത്തെ വിശേഷമല്ല, കഴിഞ്ഞ പെരുന്നാളിനൊക്കെ നമ്മൾ വീട്ടിലത്തെ വിശേഷമാണ് കാണിച്ചത്. ഇന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്. പായസം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാ. ഞങ്ങൾ കുഞ്ഞാമിമാരാടേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ ഒരു പെരുന്നാളിലും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എല്ലാ സ്ഥലത്തും പോകാമെന്ന്. മോന് മിന്നുണ്ട് കേട്ടോ, മേമൻ്റെ മോള്. അപ്പോൾ ഓളുണ്ടായതുകൊണ്ട് ബേക്ക് കിടത്തിയതാണ്. ആള് ബേക്കിലെ ക്ലാസ് ഇങ്ങനെ നോക്കിയിട്ട് തനിയെ അങ്ങനെ കിടക്കാണ്. ഓർമ്മല്ല, കാരണം ഒരേ റോഡാ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഉള്ളത്. അങ്ങനെ അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാല് ഞാൻ അതിനോട് ഇവിടുന്ന് തിരിക്കാൻ സ്ഥലമല്ല. എൻ്റെ അമ്മേ, അന്നത്തൊക്കെ ഒരു കഥ. പക്ഷെ ഇതങ്ങനല്ല, സത്യമായിരിക്കും വയ്യറിയാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കാം എനിക്ക് വയ്യൊക്കെ അറിയോ. ഞാനൊരു 2 പ്രാവശ്യം പോയിക്കുന്നു. ഒന്ന് നിക്കാനും പിന്നെ ഒരു നോമ്പറുണ്ടായിരുന്നു ഞങ്ങൾ ക്ലാസ്സിലെല്ലാവരും. അന്ന് പോയിട്ടുണ്ട്. അപ്പം എന്നോട് പറയാം വയ്യങ്ങാ തെറ്റി എനിക്ക് എന്നോട് കിട്ടുന്നു. അല്ല ഇവിടെ ഇനി എവിടേക്കാ പോണേ? അതെവിടാ? എൻ്റെ ഓൻ്റെ അവിടെ. അല്ല, ഞാൻ സർപ്രൈസ് ആയിട്ട് തരാൻ വിചാരിച്ചായിരുന്നു. ബുദ്ധി കൊണ്ടാരോ നേരത്തെ പറഞ്ഞ നന്നായില്ലേ. ഞാൻ മോൻ്റെ വീഡിയോ അയച്ചിട്ടുണ്ടല്ലോ, വെറുതെ എനിക്ക് അയച്ചെന്നെ, മീൻസ് സർപ്രൈസ് ആയിട്ട് വരാനുള്ള രീതിയിൽ അയച്ചെന്നായിരുന്നു. ഞാൻ എൻ്റെ അവിടെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എനിക്ക് വീഡിയോ അയച്ചെന്ന നന്നായി. ഇനി എപ്പോഴാണ് ഉണ്ടാകുക? എന്നാ ഇനി പോയി വാ, നോക്കട്ടെ. ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് കയറാനൊക്കെ ഉണ്ട്. സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു. ഓളിപ്പൊരയില്ല, കാര്യമായിട്ട് വലിയ സംഭവം ആക്കിയിട്ട് ഓളോട് പറയാണ്ട് പോവുകയായിരുന്നു. ഓളവിടെ ഇല്ല. സാരല്ല, നമുക്ക് ഇനി തിരിച്ചു വരാം. നമ്മൾ നേരത്തെ പെരുന്നാളായിട്ട് കുഞ്ഞാമിമാരുടെ ഒക്കെ പോവാണ് കേട്ടോ. ആദ്യം ഫസ്റ്റ് ഞാൻ വിചാരിച്ച എൻ്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിൽ കയറണം എന്നായിരുന്നു. ഓള് അൺഫോർച്യുനേറ്റ്ലി അവിടെ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സൂറ കുഞ്ഞാമിൻ്റെ അവിടെ പോവാ, പിന്നെ സെക്കീന കുഞ്ഞാമിൻ്റെ അവിടെ പോവാ, പിന്നെ റംല കുഞ്ഞാമിൻ്റെ അവിടെ പോവാ, പിന്നെ സെറി കുഞ്ഞാമിൻ്റെ അവിടെ. കുറച്ചിൻ്റെ ടേസ്റ്റ് നോക്കി. ഇതൊരു വെറൈറ്റി പായസം, ഒത്തിരി ടേസ്റ്റ് നോക്കി. പരിപ്പ് പായസം, ചെറുപയർ പരിപ്പ്. ഒരിക്കലുമില്ല ചുമര്. മെഹന്തി കാണിക്കൂ, മെഹന്തി കാണിക്കൂ. പറ്റിയത് നല്ല ഭംഗിയുണ്ട്. ഉളുപ്പുണ്ടോ? നിങ്ങൾ വലിയ മറ്റേ ഡിസൈനും അത് ഇതൊക്കെ ചെയ്ത ആളെ നിങ്ങൾ ഇങ്ങോട്ട് ഡ്രസ്സ് കൂടെ ഇറക്കി. എന്റെ മോനെ എന്തായാലും ജുബ്ബ കിട്ടണം വേണ്ടേ? നമ്മുടെ ഫുഡിന് ജുബ്ബ വേണ്ടേ? ഞാൻ വിചാരിക്കുന്ന പോലെ എടുക്കുന്ന കളർ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്യാം. അല്ലാണ്ട് എന്റെ സൈസ് കിട്ടുമോ? എന്റെ മോനിട്ടു കോഡ്. ഗൈസ്, കുഞ്ഞാമിന്റെ അവിടെ വന്നിട്ട് ഞാൻ ഇതാ ബീഫ് വരട്ടിയിട്ടുണ്ട്. ഇവിടെ കാണിച്ചു കൊടുക്കുന്ന എന്താന്നറിയില്ല, എന്റെ കൈപ്പുണ്യം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ
കുഞ്ഞാമി ഇതൊന്ന് കഴിച്ചു നോക്കണം. വാട്ട് ബ്യൂട്ടിഫുൾ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ ബീഫ് വരട്ടിയതാണ്. അപ്പൊ പത്തിരി ഞാൻ വിചാരിച്ചു കഷ്ടപ്പെട്ട് ഞാൻ ബീഫൊക്കെ വരട്ടിയല്ലോ കുഞ്ഞാമി ഉണ്ടാക്കിയത്. കുഞ്ഞാമി ഉണ്ടാക്കിയ ബീഫാണ് ഇപ്പൊ ഞാൻ വെറുതെ പറഞ്ഞത്. ആ ക്രെഡിറ്റ് വെറുതെ കുഞ്ഞാമിക്ക് പോണ്ട. അല്ല എനിക്ക് വരണ്ട. ഇതോ എന്റെ ഡാഡി, ഇതോ എന്റെ മമ്മി. ഇതുണ്ടല്ലോ ഇങ്ങനത്തെ സാധന മറ്റേ ആ ടീത്തില്ലേ, ഏതാ നോക്കിയതാ ഇവിടെ അല്ല ഇനിയിപ്പോ സത്യത്തിൽ എന്താ പഠിക്കുന്നത് കണ്ണൂർ പോവാന്. EMT എന്ന് പറയുമ്പോ എമർജൻസി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആ ടെക്നീഷ്യൻ. എന്നാ പറയും നമ്മൾ ഭാവിയെ പോവും. പറയും എത്ര പുഷ് നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ സീപ്പാർ എത്ര എണ്ണം കൊടുക്കണം. അതായത് ഇങ്ങനെ ഇങ്ങനെ എണ്ണ പറയുള്ളൂ. ഇങ്ങനെ പത്തിരി വരുത്തുക. ഇനി അറ്റാക്ക് വന്ന് കിടക്കണ ഒരാളെ നോക്കിട്ട് ഹലോ ഇങ്ങനെ 1 2 അങ്ങനെ പറഞ്ഞാ പോരാ. പറയും സാവധാനം ഇങ്ങനെ 3 പ്രാവശ്യം. എന്നോട് മൂക്കിലേക്ക് എന്തോ കൊടുക്കണം. മൂക്കിലേക്ക് എന്താ തുറക്കല്? ഞാൻ എമർജൻസി മെഡിക്കൽ, ഞാൻ JRC ആയിരുന്നു മോളെ. ഞാൻ എമർജൻസി എല്ലാം പഠിച്ചിരിക്കണം. പക്ഷേ ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം? ഒരു പാമ്പ് കടിച്ചാൽ പാമ്പിനെ വലിച്ചു കീറുക. പാമ്പ് കടിച്ചാലൊന്നും ഞാൻ പഠിച്ചില്ല. ഞാൻ പറഞ്ഞുതരാം. പൂവിയെ എന്ത് ചെയ്യണം? പൂവിയെ ഇവിടെ എമർജൻസി ഞാനുണ്ടല്ലോ നോക്കട്ടെ. ഞാനുണ്ടല്ലോ അതന്നെ പഠിക്കാതെ എനിക്കിതറിയാലോ. പഠിച്ചു വരുന്നുള്ളൂ. ഒക്കെ പോട്ടെ. BP നോക്കല്ലേ എങ്ങനെ അതിന്റെ അതിന്റെ ഒരു സിസ്റ്റം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും. ഒരു കഫ് കിട്ടും. കഫ് ഇട കിട്ടുള്ളൂ. എന്നിട്ട് നടുവില് 2 വയറുണ്ടാവും. അതായത് അത് ഇവിടം വരെ ഈ നടുവിൽ പൊസിഷൻസ് ആകണം. എന്നിട്ട് അതിന്റെ അടിയില് സ്റ്റെതസ്കോപ്പിന്റെ ആ മറ്റേതില്ലേ മെഡിപ്പ് നോക്കുന്ന അത് ഇവിടെ വെക്കാം. എന്നിട്ട് അതിന്റെ അതൊന്നല്ല എനിക്ക് അറിയേണ്ടി. പഞ്ചിങ് എത്ര അങ്ങനെ ക്ഷമ വേണം. ക്ഷമ പേഷ്യന്റിന് ക്ഷമ. എന്റെ അടുത്ത് ഞാൻ മരിച്ചാ പോലും ഞാൻ നോക്കൂല. വേറെ കാര്യമാണ് ഒന്നുമില്ല. ഭാവിയിൽ കുടുംബത്തിലേക്ക് ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വേണ്ടിയതാ. നിങ്ങൾ ആലോചിക്കാം. അത് ഇവിടെ വെക്കും. എന്നിട്ട് അതിന്റെ മുകളിലാണ് ആ വയർ വരിക. ഓക്കെ. എന്നിട്ട് അത് ആ കഫ് കെട്ടുന്നതിന് മുമ്പുണ്ടല്ലോ, കഫ് കെട്ടുന്നതിന് മുമ്പ് ഇപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പറയണം. എന്നാലേ ആ BP പിന്നെ ഫുൾ ആവും. BP ഒക്കെ പോട്ടെ. ഒരാൾക്ക് എത്ര മെഡിപ്പ് വേണം, എത്ര പൾസ് വേണം? 72 മാക്സിമം. കുറയാണെങ്കിൽ എത്ര വരെ ലോ ആവാൻ പറ്റും? 60 ബിലോ ആവും. 60 കുറയാൻ പറ്റില്ല. എനിക്കറിയില്ല. BP നോക്കുന്ന ഫുള്ള് ഞാൻ പറയും. പറയും. എയർ പോക്കണം. എയർ പോക്കിട്ടേ കെട്ടാൻ പറ്റില്ല. എമർജൻസി മെഡിക്കലിന് പാമ്പ് കടി അങ്ങനത്തെ ഒക്കെ പഠിക്കണം. അതൊന്നും എത്തിയില്ല. അത് ഞങ്ങൾക്ക് എത്തിയില്ല. ഞങ്ങൾ അങ്ങനെ എത്തുന്നേ ഉള്ളൂ. പോർഷൻസ് കുറെ തീർക്കാൻ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പാമ്പ് കടിച്ചാൽ ഞങ്ങൾ പഠിച്ചില്ല. എത്തിയില്ല. എന്റെ താത്ത പഠിച്ചില്ല സാപ്പിന്റെ എമർജൻസി മെഡിക്കൽ. കേൾക്കണം. അവര് 2 ഫ്രണ്ട്സ് ആണ്. ഒരാളോട് ഡോക്ടർ പറഞ്ഞ് BP ചെക്ക് ചെയ്യാന്. പൾസ് നോക്കിട്ട് പറയാണ് ഇയാൾക്ക് പൾസില്ല പറയാൻ ചെക്കുകളാ പറഞ്ഞു. നിങ്ങള് ഇത് നോക്കി തരാം. പൾസില്ലാന്നൊന്നും പറയരുത്. അല്ല നന്നാവില്ല. മറ്റേ ഒരു മീറ്റിൽ ശരിയാക്കി വരാം. അപ്പൊ സൂർകുഞ്ഞാമിന്റെ ഇവിടെ വന്നിട്ട് നല്ലതാ പത്തിരി ഇപ്പൊ ചുട്ടാട്ടോ. നൈസ് പത്തിരിയും പിന്നെ അതാ ബീഫ് വരട്ടിയതുണ്ട്, കപ്സ ഉണ്ട്. നല്ല ഡയറ്റ് എടുക്കുന്ന ആളാണേ. നല്ല ചേലമാങ്ങതാ അടിപൊളിയാണ്. പിന്നെ എന്താ നല്ല സുലൈമാനി ഉണ്ട്. കൂടെ വാങ്ങോ. പിന്നെ നല്ല സുലൈമാനി. ചേലമാങ്ങന്റെ ഇടയിൽ കൂടെ വേറൊരു മാങ്ങ ഉണ്ടോ?
ഫ്രണ്ടിൽ തീരെ ഇരുത്തരുത് എന്നാ. അപ്പം നമ്മൾ ആദ്യ സ്ഥലത്ത് പോയി. ഇനി അടുത്തത് നമ്മൾ സെക്കീന കുഞ്ഞാമിൻ്റെ അവിടേക്കാണ് കേട്ടോ പോണ്. ഇപ്പം തന്നെ വയറ് ഫുള്ളായിന്ന്. രാവിലെ പെരുന്നാൾ ആദ്യം ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി ലഗോൺ ബിരിയാണി കഴിച്ച് അത് കഴിഞ്ഞ് നേരെ അസിമേമൻ്റെ അവിടെ പോയി. അസിമേമ അവിടുന്ന് പുഡിങ്ങും എന്തൊക്കെയോ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിർബന്ധിച്ച് അസിമേമ അവിടുന്ന് മന്തി കഴിപ്പിച്ചു. പിന്നെ അസിമേമൻ്റെ അവിടെ നിന്ന് മന്തി കഴിച്ചാൽ പിന്നെ സുലൈഖ മേമ വിടുവോ? സുലൈഖ മേമൻ്റെ അവിടെ പോയ പാടും മേമ വേഗം നല്ല നെയ്ച്ചോറും കോഴി മുളകിട്ടതും ബീഫ് വരട്ടിയും ഒക്കെ കുറച്ചുള്ളൂ കേട്ടോ കഴിച്ചുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് സൂറ കുഞ്ഞാമിൻ്റെ അവിടുന്ന് ഇപ്പം നല്ല നൈസ് പത്തിരി, ബീഫ് വരട്ടിയത്, പിന്നെ കപ്സ, പിന്നെ നല്ല ചേലമാങ്ങ അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഇനി കഴിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കഴിക്കാൻ പറ്റുമോ? എനിക്ക് ഇനി പോട്ടോ, കാരണം ഞാൻ സ്ഥിരം നല്ലോണം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല സ്ഥലമുണ്ട്. ഞാൻ ഇന്ന് വയറ് വാടക എടുത്ത് വന്നതാ. പക്ഷെ ഇത് ശരിക്കുണ്ടല്ലോ കഴിഞ്ഞ പെരുന്നാളൊന്നും ഞാൻ ഒരു സ്ഥലത്തൊന്നും ഫുഡ് കഴിച്ചില്ല കേട്ടോ. സ്വയം വീട്ടിൽ നിന്ന് മാത്രം കഴിച്ചത്. അപ്പം ഈ പെരുന്നാളൊന്ന് ചേഞ്ച് ആക്കാൻ വിചാരിച്ചു. എല്ലാ വീട്ടിലും പോയി എല്ലാവരും ഫുഡും ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ട്. അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. മോനിതാ ഉറങ്ങിപ്പോയി. ആ മോന് നല്ല ഉറങ്ങി. മേലോട്ട് ഇങ്ങനെ നോക്കി മിന്നുണ്ടല്ലോ പെരോ. അപ്പോൾ ഓനങ്ങനെ ഉറങ്ങി. അപ്പം നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. താത്താ. അങ്ങനെ നമ്മളിതാ സെക്കീന കുഞ്ഞാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സക്കീന കുഞ്ഞാമിൻ്റെ ആടെയും റംല കുഞ്ഞാമിൻ്റെ ആടെയും അടുത്തടുത്താണ് കേട്ടോ, കാരക്കുന്നത്താണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും കയറാൻ എളുപ്പമാണല്ലോ. ആളുണ്ട്. ജിഞ്ചുവിനെ കണ്ടു. ജിഞ്ചുവിനെ ഇവിടെ അടുത്താണോ? റംലകുഞ്ഞാമിനായിട്ട് പോയിനോ? ഓളെ വാവനെ നോക്കണോക്ക് ഓക്കും അങ്ങനെ ആക്കി കൊടുക്കണേ. ആ കുഞ്ഞി കൈയും കുഞ്ഞി മുഖമൊക്കെ ഉള്ള ഒരാളെ കാണാണല്ലോ. നല്ല ചേലമാണ്. കത്തി ഭയങ്കര മൂർച്ച. ഞാനേ കത്തി ദാരിദ്രം ഭയങ്കര മൂർച്ച. ഇനി മറ്റേ പഞ്ചല് പറയണ്ട്, ഇപ്പൊ പറഞ്ഞില്ല. അതൊന്നല്ല അതന്നെ. ഇത് അടിപൊളി. നല്ല രസമുണ്ട്. മോന് പിന്നെ എടാ പോയി കഴിഞ്ഞാൽ പിന്നെ മോനങ്ങ് എല്ലാവരും നോക്കിക്കോളൂ. നമ്മൾ ഫ്രീ ആവും. മോനെ എടുക്കാൻ ആൾക്കാർ വൈകിയാണ്. നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പോയി കുഞ്ഞാമി. ഇൻഷാ അല്ലാഹ് ഇനി കല്യാണം. അങ്ങനെ സെക്കീന കുഞ്ഞാമിൻ്റെ അവിടെ ഇറങ്ങി ഞങ്ങൾ വേഗം പിന്നെ റംല കുഞ്ഞാമിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അവിടെ എത്തിയ ശേഷം വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ടയേർഡ് ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് റിവേഴ്സ് എടുക്കുന്ന വീഡിയോ ആണ് എടുക്കാൻ ഓർമ്മ വന്നത്. അവിടുന്ന് കുഞ്ഞാമി ഫുഡൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ബീഫ് വരട്ടിയതും ബിരിയാണിയും ഒക്കെ തിരിച്ചു പോരാണ് കേട്ടോ. മോനപ്പോഴത്തേക്കിനും ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നിനും ഒരു വീഡിയോ എടുക്കാനൊന്നും ഒരു ഉഷാറില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.